ഇവിടെ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സ്ത്രീകളെ കുറിച്ച് എനിക്ക് യാതൊരു മതിപ്പുമില്ല. എന്താണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന് ഒറ്റക്കൊല്ലം പോക്കരും, ആനവാടി രാമൻ നായരും, പുഴക്കുരിശ് തോമായും, എട്ടുകാലി മമ്മൂഞ്ഞും ഒക്കെ നമുക്ക് പറഞ്ഞു. ഇത് ഞാൻ എപ്പോഴും ഓർക്കും. എങ്ങനെ പോകുന്നത് ഞാൻ പഠിച്ചോളി പഠിച്ചോളി ഇങ്ങനെ പഠിച്ചാൽ എൻ്റെ പന്തം കൊണ്ട് പുറത്തെടുക്ക ഇത് പഠിച്ചു നോക്കിയാൽ ബേജാറാവുണ്ട ഞമ്മളല്ലേ നിൽക്കണേ പഠിച്ചോളി അടങ്ങിയല്ല പഠിച്ചോളി ഇങ്ങോട്ട് കൂട്ടാ ഞമ്മള് പഠിച്ചില്ല നോക്കിക്കൊള്ളി കണ്ട ഇനി നമ്മുടെ കയ്യില് അതിന് നമ്മൾ നന്നായിട്ട് മൂക്കിക്കൂടെ പുക വിട്ടില്ലാന്ന്. നന്നായിട്ട് പുക കൊണ്ടുവരെ നമ്മക്കൂടെ കാത്തിരിക്കാൻ പറ്റോ നമ്മുടെ കാര്യം പോലെ? ഈ മാമാടെ ഒരു കാര്യം പഠിച്ചോനെ ഇതെന്താണ് അഞ്ചലാണ് നമ്മള് വീട് വലിച്ച് മൂക്കിക്കൂടെ പുകയിടാൻ പഠിപ്പിച്ച ഉറുപ്പിച്ചു പറഞ്ഞ കായടാ ബാക്കി കായ് നന്നായിട്ട് മൂക്കിക്കൂടെ പുക പോയി കഴിയുമ്പോ തരാം. ഇപ്പൊ ഇതും മതി. അന്റെ മൂക്കിന് പുകയില്ല പോകണ്ട പഞ്ഞ വെക്കണ്ട പഞ്ഞി. കഞ്ഞോ? ആ അതേടാ വാ നേരാകുമ്പോ നമ്മൾ വിളമ്പിത്തരാ കഞ്ഞി. എല്ലാവരും ഉണ്ടല്ലോ ആ നമുക്ക് തുടങ്ങിയല്ല. വാ മക്കളെ വാ വൈ രാജവൈ ഒന്ന് വെച്ചാൽ രണ്ട് വെച്ചാൽ നാല് ആർക്കും പക്കായി എപ്പോഴും എവിടെയും വെക്കാം. വെച്ചോളി കളിക്കാൻ പോലെ നോക്കിക്കോളി. രണ്ട് പൊടിച്ചിട്ട് ഒരു പഠിച്ചിട്ട് ഞമ്മള് വൈ രാജവൈ ഒന്ന് വെച്ചാൽ രണ്ട് വെച്ചാൽ നാല് ആർക്കും പക്കായി എപ്പോഴും പക്കായി എവിടെ വെക്കാം. വൈ രാജവൈ ഞമ്മൾ വെക്കാൻ പോലെ വെച്ചോളി. ഒന്ന് വെച്ചാൽ രണ്ട് വെച്ചാൽ നാല് ആർക്കും പൊക്കായി എപ്പോഴും പൊക്കായി എവിടെ രാജാവൻ വെച്ചോടി വെച്ചോടി ഒന്ന് വെച്ചാൽ ഒറ്റക്കല്ലും പോക്കരും മണ്ണിൽ മുത്തുകയും. യഥാർത്ഥ പ്രശ്നം ഇവർ തമ്മിലാണ്. എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി. എന്ത് പ്രശ്നമായാലും നാട്ടുകാർ ഇടപെടും. ഏത് പക്ഷത്തും അവരുണ്ടാകും. അതാണല്ലോ നാട്ടുകാര്. വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോഴൊരു നറുക്കിനു ചേർക്കണേ. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോഴൊരു നറുക്കിനു ചേർക്കണേ. ഇതാ ഇതേ നായിന് പിടിച്ച പുലിവാലി. എന്റെ പൊന്നു പോക്കരെ ഈ പെങ്കൊത്തിനെ കുറിച്ച് കഷ്ടപ്പെടുത്താണ്ടേ ഇതിനെ ആണർത്തങ്ങൊപ്പം പറഞ്ഞയക്കണ്ടേ? പെങ്കൊച്ചൊരുത്തിയെ ഒര നിറഞ്ഞു നിൽക്കുന്നു. ഇയാളുണ്ട് കാണുന്നു. ഇയാൾക്ക് മുച്ചിട്ട് കളിച്ചെന്ന് പറഞ്ഞാ പോരെ. ഈയുള്ളൊരുത്തൻ
പെണ്ണും കെട്ടാണ്ട് പെടക്കോയിലാണ് നടന്ന ഇവിടെ ആർക്കും ഒരു ദണ്ഡമില്ല. എടാ എട്ടുകാരി മമ്മുഞ്ഞെ ഇതൊക്കെ ഉണ്ടല്ല ആണുങ്ങൾക്ക് പറഞ്ഞേക്കണതാ. ആ ഐദ്രോസിന്റെ മോള് പാത്തിമാക്കി ആരാണ്ട് പ്രേമലാലനം കൊടുത്തു എന്നും പറഞ്ഞ് ഓളെ ഉമ്മാന്റെ വീട്ടിൽ കൊണ്ടാക്കി. അതിന് നിനക്കെന്താ? ഓട്ടാരാ പ്രേമലാലനം കൊടുത്തത്? ആരാ? ഈ നമ്മള് എന്തേ വിശ്വാസമല്ലേ? എന്നാ ലക്ഷംപേട് കോളനിയിലെ പങ്കജാക്ഷിയുടെ മോള് തങ്കമണിക്ക് ഗർഭം. ആരാ എന്റെ ആള്? ആരാ? ഈ നമ്മള്. എടാ മമ്മുഞ്ഞെ നീ ഈ വക വേണ്ടാതിനം പറഞ്ഞുകൊണ്ട് കൊടുത്താലല്ലോ പോലീസ് അമ്മമാരെ നിന്നെ പിടിച്ച് അകത്തറും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. സത്യം. ഇപ്പൊ തങ്കമണിനെ അവർ കൊടുത്തിപ്പെട്ട കൊടുത്തിട്ടുണ്ട് നിക്കാഹ് ചെയ്യാൻ പോകാത്ര ഞാൻ എങ്ങനെ അവൾ വിശ്വസിപ്പിക്കും? ഈ ഒരു വക ജാതി മതം എന്നൊക്കെ അല്ലേ? എനിക്ക് ഈ ജാതി മതം എന്ന് പറയണത് പണ്ടേ വെറുപ്പാണ്. ഇനിയിപ്പോ നമ്മത് കുട്ടികളായാലും ഞമ്മക്ക് എതിർപ്പില്ലാട്ടാ. അവരാണ് ജാതി പറഞ്ഞു അഞ്ചാ ജാതി ഞങ്ങൾക്ക് പെണ്ണ് വേണമെന്നാ. പിന്നെ തുഞ്ഞാവിലുണ്ടാവില്ല ജോർട്ടോ നീ. എന്നാ വേണ്ട സൈനമാനെ പിടിച്ചു വന്നോക്ക്. ആ, ദേ, ഈ പറഞ്ഞ ന്യായം. എന്ത് ഞായാടോ ആനവാരി രാമൻ നായരെ? അത് ഏടോ 150 റുപ്യ പൊന്നും പണ്ടും കട്ടി വെച്ചേക്കുന്നേ എന്റെ മോളെ സൈനമാനെ ദേ ഇവനെ കൂടുതൽ എമ്പോക്കിയോട് പോലെ കണ്ടില്ല. എന്നാ പച്ചോണ്ടിരുന്നോ മൂക്കിന് പല്ല് വളയ്ക്കുമ്പോ കടിച്ചോളാം. അത് ഞാൻ പൊൻകുറിച്ച് തോമേ ആന്റെ കുറിച്ചൊക്കെ തന്നെ നമ്മുടെ മോളെ കിട്ടൂലടാ. അവളെ ആർക്ക് എപ്പ എങ്ങനെ കെട്ടിക്കണമെന്ന് ഈ നമ്മക്കറിയാം. ആ അറിയാത്ത പിള്ളച്ചോറിയും പറയും. അത് എന്റെ മേത്ത് ചൊറിയിലടാ ചൊറിയാൻ. എന്റെ പേര് 8 കൈ കാര്യം പറയുമ്പോ ഇതെന്തോ ബേജാറാവണത്. എന്റെ മോളോട് ആരും ബേജാറാക്കണ്ടടാ. ഓളേന്റെ ആണെന്നേ ഈ പോക്കർക്കറിയാം. കർത്താവാണ് പോക്കർ നടക്കും. സൈനവ ഒരു ചായ കൂടി ഇട്ടോ. ഓമാന്റെ പറ്റിച്ചിന് കേറണുണ്ട്. പക്ഷിലെന്തിരിക്കുന്നു അതാണ് തരും. എന്നാലും ആ കൊച്ചിന്റെ കയ്യിൽ ഒരു ചായ കുടിച്ചാൽ അതൊരു ചായ. സൈനമാ ഉച്ചക്കഞ്ഞിക്ക് കറിക്കെന്തെങ്കിലും വാങ്ങണ? സാമ്പാറിന് ഇച്ചിരി പരിപ്പ് വെച്ചോളാപ്പാ. ആ സാമ്പാർ ബാക്കി വന്ന ആ പരിപ്പ് കൈക്കെടുത്ത് പരിപ്പിനുണ്ടാക്കാലോ. സൈനമാ ആ സഞ്ചി എടുത്ത മോളെ കുറച്ച് കൈയും കൂടി വാങ്ങാം. വൈകിട്ടേ കൊൽത്തല. ഈ കിഴങ്ങ് പുയിങ്ങാനാണോ അതോ കൊലുത്താനാണോ? അല്ലടാ ഉയിക്കുണ്ടാക്കാൻ അനക്കതാണല്ലോ ഇഷ്ടം. നമുക്കത് മതി. ആ എന്നൊരു പറ്റു കൂടി വാങ്ങിത്തടാ. നമ്മളതിലെ കൊളുത്തി തരാം. ഈ കാര്യം ഒരു കാര്യം പറഞ്ഞ ആ വന്നല്ല ഫസ്റ്റ് കളി ചെയ്യവാ. ആ പറ്റുക്കുറത്താൽ മാറ്റി വെച്ച മോളെ ഓരോ ബലാമുസികത്തിൽ വന്ന് കയറിക്കോളും. മനുഷ്യനെടുത്ത് എന്താ ഇത് ഏത് അക്ഷരം? അത് വായല്ലേ? വായോ നായാണ്. ഇത് കായല്ലേ? ഇത് കായല്ല പയാണ്. ഇത് പാരോട് ചോദിക്കും. സൈനബ സൈനബ ഈ മണ്ടമുത്തപ്പൻ ആദ്യമായിട്ട് കാണാം. അത് ഞാൻ അവരാനത്തേക്ക് ഇത്തിരി ചായ എടുക്കട്ടെ. വേണ്ട 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 വേണ്ട. അങ്ങനെ സൈനപ്പ നമുക്കൊരു ചായ തന്നേര് കായ് പിന്നെ തരാട്ടോ. ഇവന് കടം കൊടുക്കണ്ടെന്ന് പറഞ്ഞ ബാപ്പ പോയത്. അതുകൊണ്ട് മോളത്തേക്ക് വെക്കോ. ഇവൻ പോയിട്ട് വന്നാൽ മതി. അങ്ങനെയെങ്കിൽ തൊരിപ്പാൻ ഔറാഞ്ചന്റെ പേരിൽ ഒരു ചായ വാങ്ങി തന്നാ. അതുകൊണ്ട് വാങ്ങി തന്നെ. അയ്യോ അതാണ് പത്തിന്റെ കായ് ഇല്ല ചേട്ടാ. അതുകൊണ്ടല്ലേ കായുണ്ടെങ്കിലേ പോയി പണിയെടുക്കണം. അയ്യേ പണിയെടുത്ത് തിന്നണ സുഖം പോക്കറ്റ് എടുത്താൽ കിട്ടൂല. ആ തോമ ഞാനാണ് പാടത്തെ കുറച്ച് പണിയുണ്ട്. ഞാനും മോളെ സൈനവ എന്റെ ഞാൻ പോട്ടെ കേട്ടോ. കുറവാ. ആ എന്താ പപ്പുണ്ണി വണ്ടി ഓട്ടം നേരത്തെ കഴിഞ്ഞാ? ഇല്ല. സൈനബയുടെ ചായ കുടിച്ചാ കൊള്ളാം. അതൊരു പൂരി. അപ്പ ചവിട്ടി ബ്രേക്ക്. സൈനബ പപ്പുട്ടിയായിട്ട് ഒരു ചായ കൂടി എടുത്തോട്ടോ. പപ്പുണ്ണി പപ്പുണ്ണി നമ്മളെ പോത്തിനെ എവിടെയും വെച്ച് കണ്ടിരുന്നോ?
പിന്നെ കവലേനി 4 ആളെ കണ്ടപ്പോ അപ്പ ചുട്ടിട്ട് നല്ല പൊലിവാ. ഒരു കാര്യം അവരാ ചേട്ടാ പത്രത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പപ്പുണ്ണെ. മൊത്തം അക്ഷരതെറ്റാ. കണ്ണിനെടുക്കാതാണ് കൂട്ടാ കൂടുള്ള പപ്പുണ്ണെ. ഇത് 7 വർഷമായിട്ട് വരും. അത് പിന്നെ സൈനബാ കുറിച്ചേരട്ടോ അടുത്ത ചണ്ടിക്കണം. ഇതിപ്പോ ആരോട് ചോദിക്കും? സൈനബാ സൈനബാ നമ്മളെല്ലാം കണ്ടുകണ്ടിട്ടാ ആളുകൾ വഞ്ചി കയറുമ്പോ ചൂണ്ട കൊളുത്തിട്ട് കായമേലെ കൊളുത്താം. എന്നിട്ട് വഞ്ചി പുറപ്പെടുമ്പോ പതിയെ വലിച്ചെടുക്കാം. നമ്മൾ വിചാരിച്ച് ഈ കൊല തനിച്ചെങ്ങനെ കരക്ക് കയറും? തെറ്റല്ലേ സൈനബാജി ചെയ്തത്? മോശമല്ലേ സൈനബാജി ചെയ്തത്? എന്നിങ്ങനെ ചെയ്യോ? എങ്കിൽ പോയി തുണിയും കുപ്പായോ മാറിയിട്ട് പോവാം, അല്ലെങ്കിൽ പനി പിടിക്കും. പൊക്കോളി, പായക്കൊല്ല നമ്മൾ കൊണ്ട് തന്നോളാം. എന്റെ പടച്ചോന്, ഈ പെണ്ണുങ്ങളുടെയൊക്കെ ഒരു ധൈര്യം. നീ ഇവിടെ കളിച്ചോണ്ടിരുന്നോട്ടോ. വീട്ടിലുള്ള പെങ്കൊച്ചിനെ ആണുങ്ങൾ വാരിക്കൊണ്ടു അന്ന വച്ചോ, ഞാൻ രണ്ട് വച്ചാ നാല്. ആർക്കും വെക്ക, എപ്പോഴും വെക്ക, ഏത് കളിയും വെക്കാം. പപ്പുണ്ണിന്ന് നേരത്തെ തുടങ്ങിലോ? ഇല്ല, 10 മിനിറ്റ് വൈകി. നിന്റെ കയ്യിലെ കാശ് കൊണ്ട് നീ കളിക്കുന്നു, കളയുന്നു. എന്റെ കയ്യിലെ കാശ് കൊണ്ട് ഞാൻ കളിക്കുന്നു, കളയുന്നു. നമ്മൾ തമ്മിലൊരു കോമ്പറ്റീഷൻ വേണ്ട. ആയിക്കോട്ടെ, പച്ചോടി ഒന്ന് വെച്ച രണ്ട്. പിടിയുടെ ആരെയാണ് പിടിക്കും? ഓക്കെ, എന്റെ കളി
ഒന്ന് വെച്ച രണ്ട്, രണ്ട് വെച്ച നാല്. പച്ചോടി കായ് പച്ചോടി. ഒന്ന് വെച്ച രണ്ട്, രണ്ട് വെച്ച നാല്. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എവിടെ വെക്കാം. പൊക്കുവനെ എന്റെ കായ് പോയില്ല മോനെ. നിർത്ത്. നിന്റെ കള്ളക്കളി നിർത്ത്. ബാക്കിയുള്ളവരെ പറ്റിച്ച് തിന്നാതെ നീ കരുതണ്ട. കയ്യിലെ കായ് നീ പോ പുണ്ണി. നിന്റെ കള്ളക്കളി ഇന്ന് ഞാൻ പൊളിക്കും. എന്തടാ നമ്മളെ മൂക്കിൽ വെച്ച് കയറ്റുവോ? വേണ്ടി വന്നാൽ നിന്നെ ഞാൻ മൂക്കി കയറ്റും. അതിനെന്റെ മൂക്കിന്റെ ഓട്ട പോരല്ലോ പുണ്യേ. എന്റെ മൂക്കിന്റെ ഓട്ട കൂട്ടിയിട്ടാണേലും നിന്നെ ഞാൻ കയറ്റും. അന്നാ എന്റെ മൂക്കിന്റെ ഓട്ട കൂട്ടിക്കഴിയുമ്പോ ഞങ്ങളോട് പറ, നമ്മളൊരു കോണിയായിട്ട് വരാം, വലിഞ്ഞ് കേറല. എനിക്ക് ഇതുപോലെയാ ഒറ്റത്തലയോ ഇനി എനിക്ക് ഓ അച്ചോനി അപ്പു ഇതുപോലെയാടാ. നീ വലിയ കളി കളിച്ച നിന്റെ മോളെ ഞാൻ ആ മണ്ടമുത്തവാനെ കിട്ടി കഴിക്കും. എന്റെ പുതിയ മനസ്സിൽ വെച്ചാ മതി. എന്റെ മോളെ മണ്ടമുത്തവ കെട്ടിയ ഈ കാക്ക മലന്ന് കൊടുക്കും. ഇക്കാക്കയോ? നമ്മുടെ ഇവിടെ പയ്യ അത് പോയില്ലടോ. അതെ, ആ കാക്കേനെ നീ പിടിച്ച് മലർന്ന് പറക്കാൻ പഠിപ്പിക്കേ. ഇത് വളയെ പിടിക്കണ കയ്യാ. അതിന്റെ ഒരു വളവണിക്കുണ്ട്, അത് നമ്മൾ ശരിയാക്കി തരാ. എല്ലാരോടും പറയാ, ഈ പോക്കരോട് കളിച്ചാ പോക്കര് മഹാക്കില്ല കേട്ടോടാ. തന്നേരേ ഈ വേജാറാവുണ്ടോ? എനിക്ക് വെയിലുണ്ടോ? അന്ന് നമ്മുടെ ചായക്കടയിലേക്കാട് പോരെ, ശൈലപാടൊരു ചായ ടാപ്പേന്ന് മാറും. അന്ന് നമ്മൾ പോട്ടെ. എന്താ ഇത് ഏകദേശമായിട്ട് വരും. നിങ്ങൾ അറിഞ്ഞാ ആ സൈന്യവേല അല്ലാണ്ട് വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ ഒറ്റ ഇരിപ്പ നമ്മുടെ മുത്തവേ. അതെന്തൊരു കുറവ്. സൈനമൊക്കെ അവന് ഇഷ്ടമാണോ? അവര് തമ്മിൽ പെരുത്ത് ഇഷ്ടല്ലേ? അവര് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഈ കല്യാണം നമുക്ക് നടത്താം. അല്ല പിന്നെ രാമന്മാരല്ലേ ആ കൂതിക്ക് തീ പിടിച്ച പാഞ്ഞു വന്നെ. അതെ, ഇത് ഇങ്ങനെ വിട്ടാ പറ്റൂല. കാര്യം ഒരു പോക്കരടിക്കാരനായിരിക്കും. എന്നേര് ഒറ്റ കണ്ണം പോക്കർക്ക് അത് പറയാൻ എന്താ യോഗ്യത? അതിനിപ്പോ എന്തുണ്ടേ? മുത്തമാക്ക് സൈനമാനെ കെട്ടണമെന്ന് കെട്ടിക്കോട്ടെ. ഞാനും പറഞ്ഞ എട്ടും പൊട്ടും തിരിയാത്ത ആ വായി നോക്കി ചെറുക്കനാണ് നമ്മുടെ സാധനം കെട്ടിക്കണം. നടക്കണ കാര്യം തന്നെയാണ്. എന്താ നടന്ന അവൻ എന്ത് യോഗ്യത ഉണ്ടെന്നാ പറയണേ? വാപ്പയില്ല, ഉമ്മയില്ല, പോരാത്തിന് പോക്കറ്റടിയും. അന്നാത്തിൽ കുട്ടിക്ക് ഞാനില്ല. ഇവനാ ചായക്കടയെ പറ്റിക്കൂടിയിരുന്നേ ചായ കുടിച്ചിനി പൂതി മാറിയിട്ടില്ല. എന്നാലും സൈനബയെ കെട്ടിക്കാത്ത ആകെ ഒരു പരിഭ്രമം. നിന്റെ പെങ്ങൾ സരസ്വനെ കെട്ടിച്ചാ നീ? അവക്ക് വയസ്സ് 10-35 അതുപോലെയാണോ സൈനബ? അല്ല, സരസ് കല്യാണം കഴിക്കും മുമ്പ് ഒന്ന് പറ്റൂ. സൈനബക്ക് ആ യോഗം ഉണ്ടായില്ല. അതെ, നിങ്ങൾ തമ്മിൽ ബഹളം വേണ്ട. സൈനബാടെ മുത്തബാടെ കല്യാണം, അതാണ് പ്രശ്നം. പോക്കര് സമ്മതിക്കാത്ത കാലം എനിക്ക് സമ്മതം. ഞാൻ എതിർക്കും ചെയ്യുന്നതിന്. ഇതന്നെ ഞാനും പറഞ്ഞു. എന്നും മറച്ചിട്ടല്ല കാര്യം. അതെ 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 അതെ, ഇതന്നെ ഞാനും പറഞ്ഞു. അതെ, ഇത് തന്നെ ഞാനും പറയണേ. ഇവിടെ നിന്ന് ഒറ്റ മുറി നിന്ന് ഒരു കാര്യമില്ല. നേരത്തെ പോക്കര് കാണാൻ ആളിലേക്ക് അവിടെ വെച്ച് തന്നെ ഇതിന് തീരുമാനം എടുക്കാം. ഈ പറഞ്ഞ ന്യായം എന്നാ
സൈനബ. ആ അല്ല, സത്യത്തിൽ എനിക്ക് എന്നെ ഇഷ്ടമാണോ സൈനബ? എത്താ ഇങ്ങനെ ഒരു ചോദ്യോ? അല്ല, ബാപ്പയില്ല, ഉമ്മയില്ല, പണിയാണെങ്കിൽ പോക്കറ്റ് അടി. അങ്ങനെയുള്ള ഞമ്മക്ക് അന്നെ നിക്കാഹ് ചെയ്ത് തരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ സൈനബ? ആരെന്തൊക്കെ പറഞ്ഞാലും ഞമ്മക്ക് മണ്ടമുത്തവനെ മാത്രം മതി. അത് നമ്മൾ തീരുമാനിച്ചു. പഠിച്ചോനെ, എന്താ മുത്തവ? സന്തോഷം വരുത്തിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റണില്ല സൈനബ. അന്നെ നമ്മൾ ഇന്ന് നമ്മൾ പറ്റില്ല ഇതോട്ടാ. എഴുതിക്കോളി. നമ്മുടെ കല്യാണം കഴിഞ്ഞു പിന്നെ എവിടെ എഴുതൂ? അത് അപ്പഴല്ലേ. മനസ്സിലെന്താണ് വെളുപ്പോളം കണ്ട കിനാക്കൾ മനസ്സിലുണ്ടല്ലോ, എൻ മനസ്സിലുണ്ടല്ലോ. വെളുത്ത പെണ്ണെ മനസ്സിലെന്താണ്, നിൻ മനസ്സിലെന്താണ്? വെളുപ്പോളം കണ്ട കിനാക്കൾ മനസ്സിലുണ്ടല്ലോ, എൻ മനസ്സിലുണ്ടല്ലോ. മലർത്തിനാവിൽ ഇന്നു വന്ന മാറനാരാണ്, നിങ്ങൾ മാറനാരാണ്. പഠിച്ചുകൊണ്ടൊരു കണ്ണി കണ്ണിൽ തപസ്സിരിപ്പാണ്, കണ്ണിൽ തപസ്സിരിപ്പാണ്. വിളിച്ചതാരാണ്, അവളെ വിളിച്ചതാരാണ്? മാമ, നമ്മള് സൈനമാനെ നിക്കാഹ് ചെയ്യാൻ പോകും. മോനോട് വന്നേ. ഈടെ എരുമ്പ, ഈടെ പോകണ്ട, ഈടെ വിലതൂറി എന്റെ മോനെ കെട്ട നിലക്കട. നമ്മള് പോക്കറ്റടി നിർത്തി. ആഹാ, പിന്നെ എന്താ മോനോടാ? നമ്മള് ചന്തയില് ചായന്റെ കച്ചവടം നിർത്തി. നമ്മക്ക് ഈ മാസം തന്നെ നിക്കാഹ് നടത്തണം. എന്റെ റൂഹോടത്തോളം കാലം ഇജതിന് മോടിക്കണ്ട. അന്ന് മാമാടെ റൂഹ് വന്നപ്പോ തന്നെ നമ്മൾ സൈനമാനെ കെട്ടും. ഇവിടെ എന്താടാ വെള്ളപ്പൊക്കുണ്ടോ? ഒരാക്കിന്റെ ഒരു കഞ്ഞി വഞ്ചി പിടിച്ച് നമ്മളെ ഞെട്ടി കയറും. ഇതെന്താടി ഇത്? എടിയാരാ മരിച്ചത്? അത് മുത്തവ. ഞമ്മക്കറിയടി, ഞമ്മളില്ലാത്തപ്പോ പഴ ഇവിടെ വരുന്നു, ഇത് വരക്കുന്നു. ഇതാടി ഇത്? അത് മുത്തവക്ക. മുത്തവക്ക. അപ്പൊ ഇതാ അത് വാപ്പ ഞമ്മളാ സൈനബ. ഇത് മുത്തവ, ഇത് സൈനബ. ഇതാടി ഇത്? അത് അയലത്തെ പുള്ള. ഇനി നിങ്ങളുടെ അയൽക്കത്തെ പുള്ള. അത് വാപ്പാന്റെ മോളല്ലേ? അതെ, അതാ നമ്മുടെ പേടി. ഉമ്മനത്തെ പുള്ള നമ്മൾ ഓർക്കൂല. അമ്മ പുള്ള കുറിച്ച് നമ്മൾ കൊല്ലും. ഏറി പോടിയാക്ക് ഒരാക്കിന്റെ അമ്മ കഞ്ഞി കിടക്കാം. മന്നവനാട്ടെ രാജകനാട്ടെ
കൈ ഒന്ന് വെച്ച രണ്ട്, രണ്ട് വെച്ച നാല്. ഒന്ന് വെച്ച രണ്ട്, രണ്ട് വെച്ച നാല്. കൈ രാജാവായി. ഒന്ന് വെച്ച രണ്ട്. അനക്ക് പെങ്ങന്മാരൊന്നുമില്ല? പെങ്ങന്മാരുണ്ടായിരുന്നു, പക്ഷേങ്കില് നമ്മുടെ പാപ്പയും ഉമ്മയും ജനിക്കും മുമ്പ് ഓള് മയ്യത്തായി. മമ്മൂഞ്ഞിനൊരു ചക്കര കാപ്പി കടലിൽ പോയി കിടക്കട്ടെ. ഇവിടെ പറ്റുബുക്കില്ല, ഉള്ളപ്പോ തന്നാ മതി. കച്ചവടം എങ്ങനെയുണ്ട്? പടച്ചോന്റെ കൃപ കൊണ്ട് ഒരു കുഴപ്പമില്ല. രാജാവായി. ഒന്ന് വെച്ച രണ്ട്, രണ്ട് വെച്ച നാല്. മക്കളെ കൈ. ഒന്ന് വെച്ച രണ്ട്, രണ്ട് വെച്ച നാല്. ആർക്കും പക്ക, എപ്പോഴും പക്ക, എവിടെയും പക്ക. രാജാവായി. ഒന്ന് വെച്ച രണ്ട്, രണ്ട് വെച്ച നാല്. ഒന്ന് വെച്ച രണ്ട്. അഞ്ഞോട് നമ്മൾ പറഞ്ഞിട്ടില്ലേ നമ്മുടെ കളത്തിൽ കൈ വെക്കാൻ പറ്റുന്നു. ആർക്കും വെക്കാന്നല്ല പറഞ്ഞ, അപ്പൊ നമുക്കും വെക്കാം. ഈ കളത്തിൽ നമ്മുടെ കളത്തിൽ വെക്കണ്ട. ഇഷ്ടല്ല. അത് പഴയ വീക്ക്, ഇത് പുതിയ വീക്ക്. നമ്മള് കാണിച്ചിടാം. മക്കളെ കൈ. ഹാരി പോക്കടുത്ത് മക്കളെ കൈ. മക്കളെ കൈ നോക്കടാ. നമ്മളത് കട്ടെ. മക്കളെ കൈ. നമ്മളെ ഒരാഴ്ച തോപ്പിച്ചെന്ന് പറഞ്ഞ ആളെ മക്കളെ കൈ നോക്കടാ. മക്കളെ കൈ നമ്മള് കാണിച്ചടാ. നമ്മുടെ കളത്തിൽ ഇനി കളിക്കാൻ പറ്റരുത്. ചന്ത തോറും 5 രൂപേന്റെ കൈ എനിക്ക് തന്നേക്കാം. അത് ന്യായമായ കാര്യമാണ്. നമ്മക്ക് നിങ്ങളുടെ കാര്യമൊന്നും വേണ്ട. നമ്മക്കിപ്പോ ചന്തയിൽ സായന്റെ കച്ചവടമുണ്ട്. സൈനവാനെ കെട്ടിച്ചു തന്നാ നമ്മൾ ഇതിന് ഒരിക്കലും കളിക്കാൻ പറ്റൂല. ഇത് തന്നെ ഞാനും പറയണത്. അതെ, പോക്കന്റെ സമ്മാനിക്ക് വേണ്ട. നല്ല പോക്കരെ അവൻ കാര്യം മണ്ടനാണെങ്കിലും നല്ലവനാ. ഇപ്പൊ ഒരു കച്ചവടമൊക്കെ തുടങ്ങിയില്ലേ? സമ്മതിക്കുന്നേ. തന്റെ മോളെ അവൻ പൊന്നു മോലെയാണ് നോക്കിക്കോളും. നമ്മളുണ്ടല്ലോ വേണ്ടാത്തേനെ. നീ ആ കടലപ്പുഴുക്ക് നിന്ന് തീർക്ക്. പോക്കരെ നീ ഒന്നും പറഞ്ഞില്ല. പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറയാൻ പോക്കരെ. ഞങ്ങൾ വളർത്തിക്കോളാം. നീ ഒന്നും മിണ്ടാണ്ടെങ്കിൽ ചാണ്ടി ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. എന്റെ ചോര കഴിക്കണ്ടിട്ടാ. എടാ നീ കടലപ്പുഴുക്ക് നിന്ന് തീർക്കേ. സൈനികർ പുഴുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോണ്ടേ? രാമനായര നിങ്ങൾ വന്നേ. ഞങ്ങൾ പറഞ്ഞു തോറ്റു, നിങ്ങളത് പറയേ. രാമൻ പറയണ്ടേ ആ കല്യാണ കാര്യം? നമ്മക്ക് സമ്മതാട്ടോ. പോക്കരെ എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ സമ്മതിക്കല്ലേ നല്ലത്. അതെ, പോക്കര് സമ്മതിച്ച സ്ഥിതിക്ക് ഈ കല്യാണങ്ങള് നടത്താം. അതെ, ഈ അസരാതാ പോക്കിരിക്കാടെ ഇരിപ്പ് വേണ്ട. ഇവിടെ ആരോ ചത്തുന്ന് തോന്നൂലോ. ചത്തുടോ, ഓടി ചത്തു. ഓടിപ്പോ നമ്മുടെ മനസ്സിലാവും പുണ്ണി.
രാമു നീ പോയി ഇത്തിരി വെള്ളം എടുത്തോണ്ട് വന്നേ. ഇക്ക ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? അവിടെ ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതി ഒന്ന് ക്ഷമിച്ചൂടെ? ചെറിയ തെറ്റോ? എന്നെ ഹൃദയം പഠിച്ചുകൊണ്ടോ അവരും കുട്ടികൾ പോയത്? ഉമ്മല്ലാത്തൊരു കുറവ് ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ? എല്ലാവരും കുറ്റം പറഞ്ഞിട്ടും നമ്മൾ ജീവിച്ചത് ഓക്ക് വേണ്ടിയാണോ? അങ്ങനെയുള്ള നമ്മളിട്ടിട്ടല്ലേ ഓള് പോയത്? മയ്യത്തായിടോ? ചെയ്തപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് മയ്യത്തായി. ഇത്തിരി വെള്ളം ഒന്ന് കുടിച്ചേ. വേണ്ടടോ. അതെങ്ങനെ? ഒന്ന് കുടിക്കേ. കാര്യം സൈനവിലെ തെറ്റൊക്കെ തന്നെയാണ്. എന്ന് വെച്ച് ഇത്രയും വാശി പിടിക്കുന്നത് എൻ്റെ അഭിപ്രായം. ഇക്ക പോണം, മോളെ കാണണം, കട വരം നോക്കിയിരിക്കുക സൈനവ. അത് ഞാൻ എന്താ ചെയ്യേണ്ടത് റബ്ബേ? ഇനി എന്ത് ചെയ്യണമെന്നാണ് ഞാനും ആലോചിക്കുന്നത്. ഏതായാലും അവൾ പോയി. ഇനിയിപ്പോ ഇവിടെ വാശി പിടിച്ചു നിന്നിട്ട് എന്താ കാര്യം? നാട്ടുകാർ പറയുന്നതിലും കാര്യമുണ്ട്. അവളല്ലാതെ ഈ ഭൂമിയിൽ എനിക്ക് മറ്റാരുമില്ല. പക്ഷെ ഇങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ? നിന്റെ ഒരു വാശി ഞാൻ അനുവദിച്ചു തന്നത് ഇതൊന്നും വേണ്ടാന്ന് തോന്നുന്നു. ഇനി നീ ചെന്നില്ലെങ്കിൽ നിന്നെ മാത്രമല്ല ആളുകൾ എന്നെയും ചീത്ത പറയും. അതുകൊണ്ട് പോയേ പറ്റൂ. എന്നാ പോയി കളയാലോ. രാമു പോയി പോക്കരിക്കാടെ കുപ്പ എടുത്തുകൊണ്ടുവന്നേ. വേഷമൊക്കെ നന്നായി. ഇനി ആ മുഖത്ത് ഒരു ചിരി കൂടി വന്നാൽ നന്നായിരിക്കും. ഇതെന്നെ ഞാൻ പറഞ്ഞ നീ പോടാ അവിടെ നിന്ന്.
കടുപ്പത്തിലായിക്കോട്ടെ. ആ അങ്ങനെ കല്യാണമൊക്കെ അങ്ങോട്ട് കേമായിട്ട് കഴിഞ്ഞു. കല്യാണേ കേമായിട്ട് കഴിഞ്ഞിട്ടോ. പറയില്ല പോക്കരെ. അതെ ആ തോമാടെ വെടിക്കട്ടെ കേമായിരുന്നു. നാലാമത് വിട്ട വാണോല ചെങ്കമായിരുന്നു. അതാരാ വിട്ടത്? ആരാ ഈ ഞമ്മളെ പപ്പുണിയായിട്ടൊരു ചായ എടുത്താ പോക്കിരിക്കാട് വിഷമം ഇനി മാറിയില്ലേ? പോക്കരെ ഇനി എന്താ നിന്റെ പ്രശ്നം? നീ പറഞ്ഞിട്ടല്ലേ ഈ കല്യാണം നടത്തിയത്? അതെ, പിന്നെ എന്നാലും ഈ മുച്ചീട്ട് കളിയില് ആ പഴം നമ്മള് തോപ്പിച്ചില്ലേ, അതെങ്ങനെയാ നമ്മുടെ വിചാരം? എടാ അവൻ കളി പഠിച്ചു കാണൂടാ. ഹേയ്, അങ്ങനെ വരാൻ വഴിയിലടോ. ബാപ്പ അത് നമ്മള് ജയിച്ചതല്ല, നമ്മുടെ കെട്ടിയോള് നമ്മള് ജയിപ്പിച്ചതാ. ആര്? സൈനവയാ? ആ, ഓള് ബാപ്പ കാണാതെ പടച്ചീട്ടിന്റെ മുകളില് തൂശിക്കൊണ്ട് 3 കുത്തിട്ട്. അത് കണ്ട നമ്മള് കളിച്ചതും ജയിച്ചതും. ഓടച്ചോനെ, ഈ പെമ്മക്കളൊക്കെ വിശ്വസിക്കാമോ? ജീവനെ വച്ചേക്കാമോ?